ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിലൊരു ഓർഡർ എനിക്ക് കിട്ടിയിരുന്നു. കോട്ടപ്പാറ ശിവക്ഷേത്രത്തിലേക്ക് ഒരു കൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതാണ് നെറ്റിപ്പട്ടം എന്ന് പറയാൻ പറ്റില്ല, കൊടിക്ക് വേണ്ടിയാണ്. രണ്ട് സൈഡിലും ഇതുപോലെ ഉണ്ടാക്കണം. അതാണ് പ്രത്യേക ഷേപ്പ് എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ശിവക്ഷേത്രത്തിൽ അമ്പലത്തിലേക്കുള്ള ഓർഡർ ആയതുകൊണ്ട് നമ്മളെന്താ ഫുൾ വീട്ടിലൊന്നും ഇറച്ചിയോ മീനോ ഒന്നും വെക്കാതെ ഫുൾ ഫാസ്റ്റിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല എന്താ പറയുന്നത്, കുറച്ച് കഷ്ടപ്പാടാനും ഷേപ്പൊക്കെ കട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ. അപ്പം നമുക്ക് ആദ്യമായിട്ട് അവസാനം വരെ എല്ലാവരെയും കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യം തന്നെ നമുക്കിതുപോലെ ഒന്ന് മോഡൽ വരച്ചെടുക്കാം. ഈ ഫോമിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മഴ നനയുവാണെങ്കിൽ അത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് റെഡ് വെൽവെറ്റും കൊണ്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിത് ഒട്ടിക്കുകയാണ് ചെയ്തത്. കുറച്ച് ഭാഗം ഒട്ടിച്ചു, പിന്നെ സൈഡെല്ലാം തയ്ച്ചെടുക്കുകയും കൂടി ചെയ്തു. അതിന് ശേഷം നമുക്ക് ഒന്ന് അതിൻ്റെ മോഡൽ വരച്ചതിന് ശേഷം നമുക്ക് ബോർഡർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതേപോലെ മറ്റേ സൈഡും നമുക്ക് ഒട്ടിച്ചെടുക്കാം. മതപരമായ എന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ദൈവികമായ ഒരു ഭക്തിയോടുകൂടി വേണം ഉണ്ടാക്കാൻ. ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കാതെ വീടുകളിലും വെക്കാതെ വേണം ഉണ്ടാക്കാൻ. എന്നാൽ മാത്രമേ അതിന് ഒരു ഐശ്വര്യമായ രീതിയിൽ ആവുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന അന്ന് തുടങ്ങി വീട്ടിലൊന്നും വെച്ചിട്ടില്ല. ഞാനും കുഞ്ഞുങ്ങളും മമ്മി എല്ലാവരും ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ശിവഭഗവാന്റെ സങ്കല്പിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്കൊരു ശിവശ്ലോകമൊക്കെ ചൊല്ലി ഒട്ടിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നമുക്കും ഐശ്വര്യമാണ്, ശക്തി, ഒരു പ്രത്യേക ഒരു പവറാണ് ഇത് ചെയ്യുമ്പോൾ. എനിക്ക് എത്ര ചെയ്തിട്ടും എനിക്ക് മതി വരുന്നില്ല. എത്രയും അലങ്കരിക്കാനുള്ള ഒരു മനസ്സാണ് ഇത് തോന്നുന്നത് നമുക്ക്. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഞാനെല്ലാം ഒട്ടിച്ച് ചെയ്തു. ശിവഭഗവാനെ എല്ലാം ഒട്ടിച്ചു, മുഖങ്ങളും എല്ലാം ഒട്ടിച്ചു, എല്ലാം ചെയ്തു വെച്ചു. ഇനി നമുക്ക് സൈഡിലെ വുളൻ്റെ വർക്കാണ് ചെയ്യേണ്ടത്, കമ്പിളി നൂല്. അപ്പോൾ കമ്പിളി നൂല് കുഞ്ചളം ഞാൻ ഒരു 5 എണ്ണം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചു. 5 എണ്ണം നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി വേണം. പിന്നെ സൈഡും ചെയ്തു. 2 സൈഡും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ സൈഡ് ഞാൻ ഫുള്ള് തയ്ച്ചെടുത്തു, മറുവശം ഞാൻ ഒട്ടിക്കുകയും ചെയ്തു. രണ്ടും കൂടെ നമുക്ക് തയ്ക്കാൻ പറ്റുന്നില്ല, നല്ല കട്ടിയായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ കമ്പിളി നൂലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡ് നമുക്ക് ഫുള്ള് ഒട്ടിച്ചെടുക്കാം. എങ്ങനെയുണ്ട്? ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ ഈ റെഡും ഗ്രീനും കോമ്പിനേഷൻ കൊടുക്കാൻ കാരണം നമ്മൾ ഇത് ഭിത്തിയിലിടാനല്ല, ഇത് നമുക്ക് കൊടിയായിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് അധികം പൊടികളൊന്നും അടിച്ചാൽ അറിയത്തില്ല, അതിന് വേണ്ടിയാണ്. ഇനി ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുട വെച്ചിട്ട് അതേലാണ് തൂക്കിയിടുന്നത്. അപ്പോൾ പിന്നെ കുടയും കൂടി ഉണ്ടെങ്കിൽ ഭംഗി വരത്തുള്ളൂ. ഞാൻ അർപ്പിക്കുന്നതിൻ്റെ ഇത് നാട്ടിൽ കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡ് നമ്മൾ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് ടച്ച് വുഡൊക്കെ അടിച്ചിട്ടു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വർക്ക് എന്നുള്ളതൊക്കെ ഒന്ന് പറയണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.